ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച, ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ പതിവ് പോലെ എണീറ്റു. ഔസേപ്പിതാവിൻ്റെ ദിവസം 6ാമത്തെ ദിവസമാണ്. നാളെ 7-ാം തീയതി, അതായത് ഇന്ന് നിങ്ങൾ കാണുമ്പോൾ 7-ാം തീയതിയാണ്, ഇത് 6ാമത്തെ ദിവസമാണ്. അങ്ങനെ 6 ദിവസം എന്താ പറയുക, നല്ല രീതിയിൽ നൊയമ്പെടുക്കാനും ഒക്കെ പറ്റി. അപ്പോൾ പറ്റാവുന്ന ദിവസം എടുക്കുക എന്നുള്ള വിചാരിച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല, അതനുസരിച്ച് മുന്നിലേക്ക് പോവാം. അങ്ങനെ രാവിലെ എണീറ്റു. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് ഇപ്പോൾ എടുക്കണത് കേട്ടോ. കാരണം എണീറ്റ് വന്ന് അങ്ങോട്ട് തട്ടി നിന്ന് നേരം വൈകും, കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് സാവകാശമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ ഗുഡ് ബോയ് ആയിട്ട് ടാറ്റ പറയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചാക്കോച്ചൻ്റെ ഓൺ വോയിസ് കേൾക്കണം എന്ന് പറയും. അപ്പോൾ ഡിവൈൻ ചെയ്യും. എനിക്ക് അതിനെക്കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് കൊളാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. പിന്നെ ഏതിനാണ് കോപ്പിറൈറ്റ് കിട്ടുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും, സ്ട്രൈക്ക് കോപ്പിറൈറ്റ് അല്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒന്നും വലിയ നിശ്ചയം വന്നാലും എനിക്ക് ചെയ്യാനൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കുകയല്ലേ നല്ലതെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ നമ്മുടെ പാച്ചുട്ടൻ പാലൊക്കെ കുടിച്ച് മിടുക്കനായിട്ട് പോവാണ്. ഇപ്പോൾ ഗ്ലാസ്സിൽ കൂടി തുടങ്ങി. അതായത് കുട്ടികൾ പതുക്കെ വലുതാവണേൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. കുപ്പി മാറി ഗ്ലാസ്സായി, ഡയപ്പർ മാറി ട്രൗസറായി, അങ്ങനെ ഓരോ മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ ചിലവരെങ്ങനെയുണ്ട്, ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാ കുഞ്ഞിലേ തൊട്ട് അതിട്ട് ശീലിപ്പിക്കണേ, അത് ചെയ്യണേ ഇത് ചെയ്യണേ എന്നൊക്കെ ചോദിക്കും. നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾക്ക് സ്വന്തം ഒരു അനുഭവം വരുമ്പോഴാണ് അയ്യോ ഇതിങ്ങനെ ആയിരുന്നു അല്ലേ എന്നുള്ളത് മനസ്സിലാവാം. അങ്ങനെ ഞാൻ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് നമ്മളിതേ അടുക്കളയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അടുക്കളയിലേക്ക് കടക്കലെടുക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ പറയാറില്ല, എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആകുമ്പോഴാണ് ഞാൻ മെഴുതിരി കത്തിക്കുക. അതിലേക്ക് കുട്ടികൾ നേരെ താഴെ അടുപ്പിൻ്റെ അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാറിയേ എനിക്ക് മെഴുതിരി കത്തിക്കണം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മാതാവിന് ഇഷ്ടം വരിക എല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ചിലർക്ക് അങ്ങനൊരു നിർബന്ധ ബുദ്ധിയുണ്ട്, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം, അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും വേണ്ട. ആർക്കും എന്താ പറയുക, നമ്മൾ പറയില്ലേ ഒന്നിനും അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കുക. ആ നമ്മൾ എന്ന് പറയുന്നത് തമ്പുരാൻ്റെ അറിവോടുകൂടി നമുക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവിടെ നിന്ന് തീരുമാനിക്കുന്നതനുസരിച്ചാണ് നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അടുത്ത നിമിഷം ഇന്നത് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഈ നിമിഷം നമ്മൾ കുഴഞ്ഞു വീണ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് നമ്മളായിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ഇങ്ങനെ എന്താ പറയുക ഭംഗിയിൽ അങ്ങോട്ട് പോകട്ടോ. ഇതാണ് എൻ്റെ ഒരു വിശ്വാസം. 2 ദിവസം മുമ്പ് ജാസ്മിനാണ് വന്നതെന്ന് വെച്ചാൽ ഇന്ന് നീലിമയാട്ടോ വന്നത്. നീലിമ അച്ചു എന്നാണ് പേര്. അപ്പോൾ നീലിമയ്ക്ക് എന്താ പറയുക, എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനും എടുക്കാനും, അതായത് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നതൊന്നും നല്ല, ഞാൻ ഉപദേശിക്കുകയാണ് നിങ്ങളെയൊക്കെ, അതിനുള്ള യോഗ്യത എനിക്കില്ല എന്നാണ് ഇൻഡയറക്റ്റായിട്ട് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ കുട്ടിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടണവർ ഓരോരുത്തരും ഇടുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേന്ന്. നിങ്ങൾക്കുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ ചിന്തിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോ, ഈ സ്പേസ് എൻ്റെ വീടാണെന്ന് വിചാരിക്കുക. എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ സ്നേഹം തന്ന് വരുമ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളെനിക്കെതിരെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും മിണ്ടാണ്ടിരിക്കും. നമ്മുടെ വീട്ടിൽ കയറി വന്ന് നമ്മളെ ചീത്ത വിളിച്ചാൽ, അല്ലെങ്കിൽ എന്താ ആർക്കും കയറി വരാവുന്നതല്ലേ നിങ്ങളുടെ വീട് എന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിച്ചാൽ നമ്മൾ ആരെങ്കിലും കേട്ടിരിക്കുമോ? അതാണ് നമ്മൾ തരുന്ന മറുപടിയും. അത്രയേ ഉള്ളൂ. എന്ന് വെച്ച് ചീത്ത വിളി എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. സഭ്യമല്ലാത്ത കാര്യങ്ങൾ പറയുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ഒരു സമയം ഇങ്ങനെയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഇങ്ങനെ ഇരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു. അപ്പോൾ ഇന്ന് ചാക്കോച്ചന് അപ്പയുടെ പ്രാന്ത. ഇന്ന് അപ്പേനെ കാണണം, ഡാഡി എന്ന് വിളിച്ചിട്ട് മുകളിലേക്കാണ് കാണിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കുറേ വീഡിയോസ് ഞാൻ എടുത്തപ്പോൾ ഡോണിനെ വിളിച്ച് കരയണേന്ന് വെച്ചാൽ ഡോണിനെ അയച്ചു കൊടുക്കും. കരയല്ല, ഇങ്ങനെ സംസാരമാണ്. അത് കഴിഞ്ഞ് അക്കീനെയാണെങ്കിൽ അക്കീക്ക് അയച്ചു കൊടുക്കും, റോസയുടെ ആണെങ്കിൽ റോസയ്ക്ക് അയച്ചു കൊടുക്കും. അവർക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഞാൻ അങ്ങനെ ഓരോരുത്തരുടെയും കുട്ടി സന്തോഷങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുന്ന ആളാട്ടോ. എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ കുറേ നേരം, ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നലത്തെ അവിയൽ ബാക്കി അങ്ങനെ തന്നെയുണ്ട്, ചെറുപയർ കറി ബാക്കിയുണ്ട്.
അപ്പം ഞാൻ പറയാറില്ലേ, നോയമ്പിൽ ഞാൻ അങ്ങനെ കുറേ വിഭവങ്ങൾ വെച്ച് അങ്ങനെ എന്താ പറയുക, വെച്ചത് വറുത്തത് അങ്ങനെയുള്ള സംഭവം ചെയ്യാറില്ല. കുറച്ച് ഒന്ന് ഒരു എന്താ പറയുക, സാധാരണ ഒരു ഭക്ഷണം കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് സാധാരണ കേട്ടോ. അപ്പോൾ ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഡിമ്പിൾ വാഷിംഗ് മെഷീനിൽ തുണികൾ എടുത്തിട്ട്, അപ്പോൾ ഞാൻ സാധാരണ ഞാൻ വന്നിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇല്ല മമ്മി അത് കണക്കും കാര്യങ്ങളൊക്കെ എഴുതി ആദ്യത്തെ പോസ്റ്റിങ്ങിൻ്റെ സമയം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ തോരയിട്ടോളാം എന്ന് പറഞ്ഞിട്ട് കുട്ടി വന്ന് തുണികളൊക്കെ അവിടെ ഇട്ടു. അത് കഴിഞ്ഞ് ഡാഡിയുടെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പറഞ്ഞില്ലേ പോണു. അപ്പോൾ ഞാനും ഫ്രീ ആയി. അപ്പോൾ അതോട് കൂടിയിട്ട് ഡിവൈനും കുറച്ച് നേരം കിടന്നുറങ്ങി, ഡിംപിളും കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ രണ്ടാളും പറയായിരുന്നു ഓരോ മണിക്കൂറാണ് ഉറങ്ങാൻ കിട്ടിയുള്ളെങ്കിലും ഭയങ്കരമായിട്ട് ഉറങ്ങി എന്നുള്ളത്. മറ്റേത് കുട്ടികൾ കൂടി ഉണ്ടാകുമ്പോൾ എങ്ങനെ വന്നാലും പകുതി ശ്രദ്ധ നമ്മൾ അവരിലേക്ക് തിരിക്കും. അപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ നല്ല ഫ്രീ ആയി. ഡാഡിയും കൂടി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഫ്രീ ആയിട്ടോ. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു, ഇത് കുറേ ദിവസങ്ങളായിട്ട് കടലാസ് പെട്ടിയിലേ ഇരിക്കേണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി പ്ലാസ്റ്റിക് ബോക്സിലേക്ക് മാറ്റി. അതായത് ഇത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സിപ്പ് ലോക്കുകളാണ്, ഓരോ സാധനങ്ങൾ അയക്കുന്ന സിപ്പ് ലോക്കുകളാണ്. ഇതൊക്കെ കുറേ ബുക്സ്, കണക്ക് പുസ്തകങ്ങൾ, കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി നല്ല ബോക്സുകളിലാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം ഇതിൽ നിന്ന് കുട്ടികൾക്ക് ഇങ്ങനെ വലിച്ചെടുക്കലും കൊണ്ടുപോകലാണ് പണി കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ പറ്റുന്ന സമയത്ത് പറ്റുന്ന പണികൾ ചെയ്യാമെന്ന് പറയില്ലേ, അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാരുടെ ഒരു ധാരണയുണ്ട്, അടുക്കളയിൽ ചോറും കൂട്ടാനും വെക്കുന്നതാണ് ഒരു വീട്ടിലെ പണി എന്നുള്ളത്. അങ്ങനെയുള്ളവരാണ് ഈ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കുന്നവരും. അപ്പോൾ ഞാൻ ഏതാണെന്നൊന്നും ഞാൻ പറയില്ല, അത് നിങ്ങൾക്ക് എന്നെ അറിയാം അതെന്താണെന്ന്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അഡ്രസ്സ് തെറ്റി എഴുതിയവർ, അല്ലെങ്കിൽ എന്താ പറയുക പ്ലെയിൻ ഇത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാനിങ്ങനൊരു ബോക്സിലൊക്കെ എൻ്റെ കണക്ക് പുസ്തകം, ഒരു റെഡ് ഇങ്കും ഒരു ബ്ലാക്ക് ഇങ്കും, ഇതാണ് എൻ്റെ ബുക്കും ഇതും. അപ്പോൾ റെഡ് ഇങ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്ലാക്ക് ഇങ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്രസ്സ് ഞാൻ ഓർഡർ കിട്ടിയ വഴിക്ക് എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ, ഇതെങ്ങനെയാണ് ആൻറ്റി ബിസിനസ് കാര്യം ചെയ്യണേന്നുള്ളത് ഒരു വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വിചാരിച്ചു, പക്ഷേ അതിന് മാത്രം എനിക്ക് എടുത്ത് തരാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എടുക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. എനിക്കൊരു 2 മണിക്കൂറെങ്കിലും ഉണ്ടായാൽ അത് കാണിക്കാൻ പറ്റുള്ളൂ. അതായത് രാവിലെ തൊട്ട് നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, ഫോട്ടോസ് എടുക്കണത്, സ്റ്റാറ്റസ് ഇടണത്, ഓർഡേഴ്സ് എടുക്കണത്, അത് കഴിഞ്ഞിട്ട് ഓർഡറുകൾ വന്നു കഴിയുമ്പോൾ ഗൂഗിൾ പേ വഴി നമ്മൾ ആ വരുന്ന പേരുകൾ എഴുതുക. ആ പേരുകൾ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ അഡ്രസ്സ് എഴുതുക. അഡ്രസ്സ് എഴുതി കഴിഞ്ഞ് ഓരോ സാധനങ്ങളെടുത്ത് അയച്ച സാധനങ്ങൾ റെഡ് ടിക്ക് ചെയ്യുക, അല്ലാത്തത് മാറ്റി റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. ഇതൊക്കെയാണ് എൻ്റെ പണികൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്രയും പണിയുണ്ടോയെന്ന്. ശരിക്കും പറഞ്ഞാൽ അടുക്കളപ്പണിയുടെ അത്രയും ഇത് തന്നെ ഇതിനുണ്ട്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എളുപ്പം കിച്ചണിലാകുമ്പോൾ വെറുതെ ചോറും കൂട്ടാനും നിന്ന് ചെയ്താൽ മതി. എന്നാൽ അതിനേക്കാളും ബുദ്ധിമുട്ട് ഇതിനുണ്ട്, ഇതിനേക്കാൾ ബുദ്ധിമുട്ട് അതിനുണ്ട്. അപ്പോൾ നമ്മൾ പറയില്ല ഓരോ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുമുണ്ട് സന്തോഷമുണ്ട് എന്ന് പറയില്ലേ, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജ് ഒന്ന് ഒതുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ചൂടുള്ള കട്ടൻ കാപ്പിയാണ് കുടിച്ചത്, ഫിൽറ്റർ കോഫി. എന്തായാലും ഫിൽറ്ററിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ തുറന്ന് വെള്ളം ഒഴിക്കാൻ തന്നപ്പോൾ നല്ല മണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കട്ടൻ കുടിക്കുക, ഫിൽറ്ററിൻ്റെ മറ്റേ ബ്ലാക്ക് കോഫി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു തുണ്ട് മധുരം മുന്നിലിട്ട് കുടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് മറ്റേ ഫിൽറ്റർ കോഫിയുടെ കട്ടൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ ഫ്രിഡ്ജ് ഒന്ന് ഒതുക്കാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇനി നോയമ്പിലാകുമ്പോൾ ഫ്രിഡ്ജ് എപ്പോഴും കാലിയാണ്. അപ്പോൾ പാറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ബോക്സുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചു. ഞാനിങ്ങനെ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കും, എന്നിട്ട് ഇതിനകത്തിടും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് എന്താ പറയുക തണുത്തത് ഇല്ലെങ്കിൽ, കുറച്ച് പേര് കൂടുമ്പോഴൊക്കെ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവാറുണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ. നമ്മുടേതല്ല എല്ലാ വീടുകളിലും ഉണ്ടാവണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഐസിൻ്റെ ക്യൂബ്സ് എടുത്തിട്ട് നമുക്കതിൽ ഗ്ലാസ്സിലോ ബൗളിലോ എവിടെയെങ്കിലും ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പാറ്റിയും സ്വീറ്റ് കോണൊക്കെ ഒന്ന് പാത്രങ്ങളിലേക്ക് ആക്കി മാറ്റി വെക്കാം. കാരണം ഞാൻ ഇന്നാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും വലിയ ഒരു ബോക്സിൽ ഒന്നിച്ചാക്കി വെക്കാണ്ട് പല ബോക്സുകളിലേക്ക് ആക്കി വെക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബോക്സിൽ നിന്ന് ഇപ്പോൾ ഈ കോണിൻ്റെ കാര്യം തന്നെ എടുക്കാം, ഒരു ബോക്സിൽ നിന്ന് പുറത്തെടുത്ത് കുറേ അതിൽ നിന്ന് എടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്ത് വന്ന് ബാക്കി അങ്ങോട്ട് തിരിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടേ നിൽക്കും, അല്ലെങ്കിൽ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ബാക്കി വീണ്ടും നമ്മൾ കൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. അങ്ങനെ വരുമ്പോഴാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് കേടാവണത്. തിരിച്ച് നിങ്ങൾ ഇതുപോലെ 2-3 പാത്രത്തിലാക്കി വെക്കുക. അതൊരു പാറ്റി ആയാലും 2-3 എണ്ണത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ
ടെമ്പറേച്ചറിൽ വ്യത്യാസം വരില്ല. അങ്ങനെ വരുമ്പോൾ ഈ സാധനം കുറേ നാൾ കേടുകൂടാണ്ട് ഇരിക്കുകയും ചെയ്യും. നമ്മളിതിങ്ങനെ അതുപോലെ തേങ്ങ, നാളികേരം കുറേ പേര് ചെയ്യണുണ്ട്. നമുക്ക് പണിയുള്ള ആവശ്യത്തിനെടുത്ത് പുറത്ത് വയ്ക്കുക, എല്ലാം കഴിഞ്ഞ് തിരിച്ച് അകത്തുകൊണ്ട് വയ്ക്കും. അപ്പോഴത്തേക്കും അതിൻ്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും, അത് കാറിപ്പോവും കേട്ടോ. അങ്ങനെ പിള്ളേർസ് തിരിച്ചെത്തി. ചാക്കോച്ചൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ ഡാഡി വന്നപ്പോൾ അടുത്ത ഒരു സെക്ഷൻ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയായി. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്നത് എടുക്കാൻ അങ്ങോട്ട് മറന്നുപോയി ഞാൻ. കാരണം നല്ല മേളായിരുന്നു. 3 കുട്ടികളും ഡാഡിയും ഡോണും ഒക്കെ കൂടെ ഒരുമിച്ചാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതാ മറന്നു. അപ്പോൾ പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ചെറുപയറും ഇതൊക്കെയായിരുന്നു മറ്റേ ഭക്ഷണം. എല്ലാതും പഴയതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിട്ട് ഒരു മുട്ട പൊരിച്ചു. അതിൽ കൂടുതലൊന്നും ചെയ്തില്ല. മുട്ടയും പപ്പടം, അതാണ് ഇവിടെ മെയിനായിട്ട്. തൈരും മുട്ടയും പപ്പടം കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് ഒതുക്കാൻ നിന്നപ്പോഴാണ് അതിൽ മാമ്പഴം 2 ഉണ്ട്, ഒരു പീസ് മറ്റേ പപ്പക്കായ ഇരിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുന്തിരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ജ്യൂസ് അടിച്ച് വെച്ചിട്ടാവാം. കാരണം ജ്യൂസ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്ത് കുടിച്ചോളും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് അങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊക്കെ കുപ്പിയിലാക്കിയതിന് ശേഷം ഞാൻ ചായ വെക്കാൻ നിന്നു. ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കട്ടോ എന്തേ കിടന്നില്ലല്ലോ എന്ന്. ഞാൻ കിടന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകണം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ AC എടുക്കാൻ പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് പോവാമെന്ന് വിചാരിച്ചു. ഡാഡിയും മോനും രണ്ടുപേരും 2 രീതിയിൽ അന്വേഷിച്ച് നമുക്ക് ഏറ്റവും നല്ലത് ഏതാണ് എങ്ങനെയാണെന്നുള്ളത് അവിടുത്തെ അവർ പറയില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് സാധാരണ നന്ദിലത്തിൽ നിന്നും വേണൂസിൽ നിന്നുമാണ് മാറി മാറി സാധനങ്ങൾ വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പട്ടികൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുഴലപ്പവും ചായയും വെച്ചു. ബാക്കി ചായ ഞാൻ അവിടെ വെച്ചു. കുട്ടികളൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളിതാ ഇറങ്ങി. ഞാനും ഡാഡി ഇവിടെ നിന്ന് ഇറങ്ങി ഡോണിനെ റൂട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു 6 മണിയൊക്കെ ആവാറായി തോന്നുന്നുണ്ട് കേട്ടോ ഇറങ്ങുമ്പോൾ. അപ്പോൾ ഡാഡി എന്നെ വഴക്ക് പറഞ്ഞു പോകുമ്പോൾ നേരത്തെ പോകണ്ടേന്ന്. അപ്പം ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ വർത്താനം പറഞ്ഞാൽ അവിടെ ഇരിക്കും. അപ്പോൾ പട്ടികളുടെ ഭക്ഷണം കൊടുക്കലൊക്കെ വൈകും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ മിണ്ടാണ്ട് അവിടെ ഇരിക്കാമല്ലോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ നടത്തറ വരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഇവിടെ വീട് വെച്ച് വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഹൈവേയിലാണ് താമസിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ, ജസ്റ്റ് ഹമാര ഹോട്ടലിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട് റോട്ടിൽ നിന്നേ കാണാം കേട്ടോ, അവിടെ താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് ഹൈവേ ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ വീട് വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് എന്തിനാണ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വീട് വാങ്ങിയത്. കാരണം ആ സമയത്ത് ഇവിടെ അത്രയും അങ്ങോട്ട് പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. പൂച്ചട്ടി സെൻറ്റർ വരെ, പൂച്ചട്ടിയെ വരെ ടൗൺ പോലെ ആയിട്ടോ. അങ്ങനെ ഞങ്ങളിത് ഡോണിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഡോൺ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു ഓട്ടോ ഹബ്ബ്, ഇതാണ് നമ്മളുടെ സ്ഥാപനം. അപ്പോൾ ഡോൺ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ AC കാര്യം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഡോൺ കയറി ഞങ്ങൾ നേരെ വേണൂസിലേക്ക് പോയി. അപ്പോൾ ഇതിൽ ഏതൊക്കെയോ പോക്കറ്റ് റോഡിൽ കൂടെ പോയപ്പോൾ വേണൂസ് എത്തിയിട്ടോ. അപ്പോൾ ഡാഡിക്ക് സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനത്തെ വഴി അറിയില്ല. പക്ഷേ ഡോൺ ഇവിടെ ആയതുകൊണ്ട് അവനറിയാം ഇവിടുന്ന് നേരെ എങ്ങനെ പോകാമെന്ന്. മെയിൻ ഹൈവേയിലേക്കൊന്നും കടന്നില്ല. പോക്കറ്റ് റോഡ് വഴി 2 തിരിവ് തിരിഞ്ഞപ്പോൾ വേണൂസ് എത്തിയിട്ടോ. അപ്പോൾ വേണൂസ് എന്ന് പറയുമ്പോൾ 2 വേണൂസ് ഉണ്ട്. ഒന്ന് ഹൈവേയിലുള്ളതും ഒന്ന് ഈ പറഞ്ഞ പോലെ ഹൈവേയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് റൂട്ടിലുള്ള വേണൂസും. ഇപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങൾ പോയത്. അവിടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സംഭവങ്ങൾ. ആ നേരെ കാണുന്നതാണ് ഹൈവേയിൽ കാണുന്ന വേണൂസ്. അതായത് അവിടെ നിന്ന് നേരെയുള്ള ഒരു കുരിശുപള്ളിയുടെ വഴിയുണ്ട്. ആ വഴി കൂടെ നോക്കുമ്പോൾ തന്നെ ഈ വേണൂസ് കാണാം. അപ്പോൾ ഇവിടെ ഡാഡി മോനും ഓൾറെഡി കാലത്ത് വന്ന് എല്ലാം കഴിഞ്ഞതാണ്. അപ്പം നമ്മളൊന്ന് ചെന്ന് ജസ്റ്റ് ഒന്ന് കാണുക, അത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ എന്നാൽ ശരിയെന്ന് വെച്ചിട്ട് കുട്ടികളുടെ കൂടെ ഞാൻ ഇറങ്ങിയത്. പിള്ളേർസിനോട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 2 കൂട്ടരും പറഞ്ഞു ഞങ്ങളില്ല, ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഇവിടെ ഇരുന്നോളാം, മമ്മി പൊക്കോന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ 3 ആളും കൂടിയിട്ട് വന്നത് കേട്ടോ. ഇപ്പോഴും നമ്മൾ വീട്ടിലേക്കായാലും എവിടേക്കായാലും എന്ത് സാധനം വാങ്ങിക്കായാലും എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് വന്ന് വാങ്ങി പോകുന്ന ഒരു ശീലമാണ്. അതിന്നും അത് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഞാൻ ഡോണിനോടും പറയും, നിങ്ങളായാലും എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് പോയിട്ട് വാങ്ങിക്കണം. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇങ്ങനെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഒരേ ഫ്രിഡ്ജുകൾ നോക്കി, പുതിയ വല്ലതും വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നോക്കി വന്നപ്പോൾ നമ്മളുടെ ഫ്രിഡ്ജ്. അപ്പോൾ ഞാൻ വെറുതെ നോക്കിയതാണ്. നമ്മൾ അന്ന് വാങ്ങിയത് വിലയും ഇതൊക്കെ കൂടി വെച്ച് നോക്കിയപ്പോൾ ശരിക്കും ഇപ്പോൾ കുറഞ്ഞേക്കാണ് കേട്ടോ വില. 1,00,000 എത്രയോ രൂപ അന്ന് അങ്ങനെയാണ് നമ്മളും വാങ്ങിച്ചത്. ഇതിപ്പോൾ ഓഫറിൽ 1 ലാഖിൻ്റെ ബിലോ 1 ലാഖാണ് ഇപ്പോൾ ഈ ഫ്രിഡ്ജിന് വില കേട്ടോ. പക്ഷേ ചില ആൾക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫ്രിഡ്ജ് അങ്ങോട്ട് വാങ്ങിക്കും, വലിയ അലമാരി പോലത്തെ ഫ്രിഡ്ജ് വാങ്ങിക്കും.
എന്നിട്ട് അത് ഏകദേശം ഒരു അലമാരിയിൽ സ്റ്റോർ ചെയ്യണ പോലെ പഴയ സാധനങ്ങൾ അങ്ങനെ വെച്ച് പുഴുവരിക്കണ പോലെ വരെ അലമാരിയുടെ ഉള്ളിൽ വെക്കുക. അതായത് ഇവരുടെ ധാരണ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ കാലങ്ങളോളം സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്ഥലമാണെന്നാണ്. പക്ഷേ നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഇങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിൽ കൃത്യവും കണിശമൊക്കെ നോക്കുക. പക്ഷേ ഇവരാണ് ഏറ്റവും വിഡ്ഢിത്തരങ്ങൾ കാണിക്കുന്നവരും. കാരണം ഫ്രിഡ്ജിൽ ഇങ്ങനെ കയറ്റി വെച്ച് വലിയ പാത്രങ്ങളിൽ കുറേശ്ശെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നിറച്ച് സാധനങ്ങളാവും. പക്ഷേ ഇത് വൃത്തിയാക്കാൻ നോക്കുമ്പോൾ ആവശ്യമുള്ളത് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഒരു സംഭവം വാങ്ങിക്കുമ്പോൾ അതിനെ മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ കുട്ടി പാത്രങ്ങളിൽ അപ്പം രാത്രിയിലത്തേലും പകലത്തേലും മറ്റേ ഭക്ഷണത്തിൻ്റെ ബാക്കി നമ്മളത് കുട്ടി പാത്രങ്ങളിലാക്കുക. അത് ഫ്രിഡ്ജിൽ ഒതുക്കി വെക്കുക. പഴയത് എടുത്ത് ഒന്നെങ്കിൽ കളയുക, അല്ലെങ്കിൽ പട്ടിക്ക് കൊടുക്കാനോ അവർക്കുള്ള ഭക്ഷണത്തിലേക്കോ എങ്ങനെയെങ്കിലും അങ്ങനെ ചേർക്കുക. അങ്ങനെ നമ്മളെന്താ പറയുക, റീസൈക്കിൾ ചെയ്യുക എന്ന് പറയില്ല. അങ്ങനെ വേണം നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കാനും അത് ഉപയോഗിക്കാനും. അല്ലാണ്ട് വെറുതെ എന്താ പറയുക, നമുക്കറിയാം ഇത് എടുത്ത് വെക്കുമ്പോൾ നാളെ ഞാനിത് എടുക്കില്ല എന്ന്, എന്നാൽ പിന്നെ എന്തിനാ അതിൻ്റെ അകത്ത് വെക്കണേ? അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. ഈ വലിയ ഫ്രിഡ്ജ് ആർഭാടത്തിന് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാത്ത കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ വി കെയറിലേക്ക് വന്നു. കാരണം എൻ്റെ മെഡിസിൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ ഒരു മാസത്തേക്ക് ഒന്നിച്ചാൽ വാങ്ങിക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വേണ്ട, 15 ദിവസത്തേക്ക് വാങ്ങിച്ചാൽ മതി. എന്തോ എനിക്കങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ വേഗം 15 ദിവസത്തേക്കുള്ള ഇത് വാങ്ങി. കാരണം കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഹോം ഡെലിവറി ഉള്ളതാണ്. അപ്പോൾ ഇവരാണ് വാങ്ങിക്കാറ്. അപ്പോൾ എപ്പോഴാണ് ഞാൻ പോകുമ്പോൾ വാങ്ങിക്കുക. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ തുടങ്ങും ഇവർ രണ്ടുപേരും ചോദിക്കൽ, മരുന്ന് വാങ്ങിക്കണ്ടേന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവർ ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയണതിൻ്റെ പേര് എന്നാൽ ശരി വാങ്ങിക്കുമെന്ന് 15 ദിവസം കഴിയുമ്പോൾ പറയാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. അങ്ങനെ ബേബി കെയറിലേക്ക് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാതും ഉണ്ട്. ബേബി കെയർ, പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ എപ്പോൾ കയറുമ്പോഴും നിങ്ങൾക്ക് ഞാൻ എല്ലാ ഭാഗവും കാണിച്ചു തരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യം വന്നപ്പോൾ അതുപോലെ ആ വശത്തുണ്ട് കേട്ടോ, കൈയൊടിയുമ്പോൾ ഇടുന്ന ഈ സംഭവങ്ങൾ, എനിക്ക് അതിൻ്റെ പേരുകളൊന്നും അറിയില്ല, തെറ്റിപ്പോവും. അതുകൊണ്ട് ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല കേട്ടോ. എല്ലാതും അവിടെയുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത് നമ്മൾ ഫ്രൂട്ട്സ് കടയിലേക്കാം. അപ്പോൾ ഒക്കെ ഈ വരിയിൽ തന്നെയാണ്. പിന്നെ ബിസ്മി ഉണ്ട്. ഇന്ന് ഞാൻ ബിസ്മിയിലേക്കൊന്നും പോയില്ല കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സ് കടയിൽ കയറി. ഇവിടെയാണ് കണ്ടോ ഫ്രൂട്ട് കട്ട്സ്. അത് ഫ്രഷ് ആയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വാങ്ങിക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കഴിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. അത്രയും നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിങ്ങൾ ചോദിച്ചാലും അവർ തുറന്ന് കാണിച്ചു തരാണ്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ 4 ഐറ്റമാണ് വാങ്ങിച്ചത്. ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, പപ്പക്കായ, പിന്നെ നമ്മളുടെ ഷമാം, പപ്പക്കായ ഒരു കൂട്ടം കൂടി വാങ്ങിച്ചല്ലോ ഞാൻ, മറന്നു പോവുക എല്ലാതും. അങ്ങനെ 4 കൂട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ ഈ 4 ഐറ്റം. ഇന്ന് മാതളുണ്ടായിരുന്നില്ല, അത് വാങ്ങി. പിന്നെ കുറച്ച് ജ്യൂസ് മുന്തിരി വാങ്ങി, പിന്നെ സീഡ്ലെസ് മുന്തിരി വാങ്ങി. ഇതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇവിടേക്ക് വന്നു. അപ്പോൾ തിംതിയേട്ടനാണ് അവിടെ നിൽക്കുന്നത്. നമ്മുടെ കടയിലത്തെ സ്റ്റാഫാണ് കേട്ടോ തിംതിയേട്ടൻ. അപ്പോൾ തിംതിയേട്ടൻ അവിടെ നിന്ന് കൈകൊണ്ട് കാണിച്ച് വർത്താനം പറയുമ്പോഴേക്കും വേറെ വിഷയത്തിന് ഡോൺ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി. അങ്ങനെ ഞാനും ഡാഡി വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഡിംപിൾ വിളിച്ചത്, വി കെയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു ടാബ്ലറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നടത്തറ സെൻറ്ററിൽ 3-4 മെഡിക്കൽ ഷോപ്പാണ് ഉള്ളത്. അത് കഴിഞ്ഞ് പൂച്ചിട്ട് സെൻറ്ററിൽ വേറെ മെഡിക്കൽ ഷോപ്പ്, ഇടയിൽ എന്താ പറയുക ക്ലിനിക്ക്, എന്തൊക്കെ വേണം അതുപോലെയുള്ള നടത്തറ സെൻറ്റർ തൊട്ട് പൂച്ചിട്ട് സെൻറ്റർ വരെ ഒരു എന്താ പറയുക ഒരു കുട്ടി ടൗൺ തന്നെ അങ്ങനെയാണ് കേട്ടോ. ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ആശുപത്രി വേണോ, പള്ളി വേണോ, കുരിശുപള്ളി വേണോ, പച്ചക്കറി, മീൻ എല്ലാതും ഉണ്ട്, ഒന്നും ഇല്ലാത്തതില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ 10ാമത്തെ വർഷമാണ്, 10 വർഷമാണ് നമ്മളിവിടെ വന്നിട്ട്. ഈ 10 വർഷം കൊണ്ട് വന്നിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇവിടെ വന്ന് വീട് വാങ്ങിയെന്നുള്ളത്. പക്ഷേ ഇന്ന് എല്ലാവർക്കും അത് കാണുമ്പോൾ തന്നെ നിറഞ്ഞ ടൗൺ പോലെയാണല്ലോ, ഒന്നിനും പുറത്തേക്ക് പോകണ്ട, ഒക്കെ ഈ ഇട്ടാവട്ടത്ത് ഉണ്ടാവും എന്ന് പറയില്ലേ. അങ്ങനെ നമ്മൾ ചീര വാങ്ങിക്കാനായിട്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് ചോയ്സിലേക്ക് കയറി. ഡാഡി ചോയ്സിൽ നിന്ന് എന്തൊക്കെയൊക്കെ മറ്റേ സൺറൈസ്, പിന്നെയുണ്ടല്ലോ എന്തൊക്കെയോ 2-3 കൂട്ടം. നമ്മുടെ പാച്ചുട്ടന് മുടി ഇരാൻ വേണ്ടിയിട്ട് വട്ടച്ചീർപ്പ്, നമ്മുടെ പണ്ടത്തെ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഡാഡി ഇറങ്ങി, ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ തന്നെ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ ഇവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലായിടത്തെയും കാര്യങ്ങൾ ഒന്നിച്ച്. അപ്പോൾ ചീരയും കൊണ്ട് വന്നു. അപ്പോൾ രാത്രിയിലേക്ക് ഇന്ന് ചീര വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീട് എന്താ പറയുക ലൈവായിട്ട് നിൽക്കുകയാണ്. കുട്ടികളൊക്കെ എണീറ്റ് നല്ല, ഞാൻ പറയാറില്ല 7 മണി കഴിഞ്ഞാൽ അവർ ഫുൾ ഓൺ നിൽക്കുന്ന സമയമാണെന്ന്. അങ്ങനെ അവർ സൈക്കിള് ഗേറ്റിൻ്റെ മുമ്പിൽ തന്നെ സൈക്കിൾ കൊണ്ടിട്ടിട്ട പിള്ളേർസ് പോയേക്കണേ.
എന്നിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി സൈക്കിളൊക്കെ മാറ്റി വെച്ച് അകത്ത് കയറി ഇതാ പോംസി. അപ്പം ഞാൻ ഇങ്ങനെ വെച്ചാൽ പുറത്ത് പോയി വന്നിട്ട് ഇന്ന് വരെ ചാക്കോച്ചിന് ഇങ്ങനെ എനിക്ക് കൊടുക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല കേട്ടോ. കാരണം എപ്പോൾ പോകുമ്പോഴോ ഒന്നുമില്ലെങ്കിൽ അക്കിയുടെ വീട്ടിലാവും. അപ്പോൾ അങ്ങനെ പതിവ്. അപ്പോൾ ഇന്ന് ഞാൻ വരുമ്പോൾ അതാ മൂപ്പര് റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ അവന് ഉപദ്രവമില്ലാത്ത സാധനം ആയിക്കോട്ടെ വെച്ചിട്ട് മറ്റേ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് പോംസിയാണ് വാങ്ങിയതിട്ട് അങ്ങനെ 3 പേർക്കും ഓരോ പാക്കറ്റ് വാങ്ങി അവരുടെ കയ്യിൽ കൊടുത്തപ്പോൾ എന്താ സന്തോഷം. അങ്ങനെ ദേ നമ്മുടെ സന്ധ്യ നേരമായി. അറിയാലോ നമ്മൾ സന്ധ്യ നേരമാകുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർസിൻ്റെ കളിയും ബഹളവും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഞാൻ ഈ പോയവിടുത്തെ വിശേഷങ്ങൾ സ്വതവേ ഉള്ളതാണ്. പോയി കഴിഞ്ഞാൽ പോയി അവിടെ ചെന്ന തൊട്ട് തിരിച്ചിവിടെ വരുന്നത് വരെയുള്ള വിശേഷങ്ങൾ ഫുള്ള് പറയും കേട്ടോ. ഒരാളെ കണ്ടാലോ അല്ലെങ്കിൽ നിസാരം തിരിത്തേട്ടം വന്ന് എന്നോട് വർത്താനം പറയാൻ വന്നപ്പോഴേക്കും ഡോൺ വിളിച്ചപ്പോൾ പോയി, അയ്യോ അതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല, അങ്ങനെയുള്ള വിശേഷങ്ങൾ വരെ നമ്മൾ പറയും. അങ്ങനെ വരുമ്പോൾ ബജ്ജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് പറയാൻ വിട്ടുപോയിട്ടോ. ബജ്ജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ബജ്ജിയും ഞാൻ ബിസ്മിയിൽ സാധാരണ ഇറങ്ങാറ്. ഇന്ന് ഞാൻ ഇറങ്ങിയില്ല, കാരണം ഡോണിന് ഒരു കസ്റ്റമർ വന്ന് നിൽക്കണം. അപ്പോൾ ഞാൻ അവനെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ അവൻ്റെ സമയമല്ലേ പോണത്. അപ്പോൾ ഇതാണ് വട്ടച്ചീർപ്പ് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടാ. നല്ല ഭയങ്കര ഉരം, അതുകൊണ്ട് പാച്ചുവിന് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് തലയിലിരുമ്പോൾ നല്ല സുഖം കേട്ടോ അതിൻ്റെ ആ ഇത് കൊള്ളുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാനൊരു സംഭവം ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ വലിയ ചെക്കൻ്റെ പോലെ ഇരുന്ന് എന്താ പറയുക സെൽഫിയിൽ സംസാരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ എന്താ പറയുക കൊഞ്ചാനെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങളങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് അപ്പോഴേക്കും ചാക്കോ വന്നു, തോമു വന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പപ്പക്കായ, ഷമാമുണ്ട്, പിന്നെ മറ്റേ മഞ്ഞ വാട്ടർമെലൺ, മറ്റേ തണ്ണിമത്തൻ മഞ്ഞ കളറും, പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ സീഡ്ലെസ് മുന്തിരി, പിന്നെ മറ്റേ ജ്യൂസ് മുന്തിരി. ഇത്രയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളുകളായിട്ട് അവിടെ നിന്നാണ് ഫ്രൂട്ട്സ് വാങ്ങിക്കുക. എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷമായിട്ട് തുടർച്ചയായിട്ട് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കുക. അപ്പോൾ നല്ലതല്ലാത്തത് കൊണ്ടുകൊണ്ടാന്നും ഒക്കെ പറയും കേട്ടോ അവർ. അപ്പോൾ ദേ ഇവിടെ ചാക്കോച്ചൻ ഞാൻ ഡ്രസ്സ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെയാണ്, എൻ്റെ പിന്നീന്ന് പോവില്ല. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറാൻ വന്ന് ഞാൻ കുറേ പറഞ്ഞു, എടാ പോടാ ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെടാ. അപ്പോൾ അവൻ നോ പറഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി, നിങ്ങളെപ്പോഴും എന്നോട് പറയാറുണ്ടല്ലോ ചാക്കോച്ചൻ്റെ സൗണ്ട് ഒന്ന്, അവൻ്റെ വോയിസ് ഒന്ന് കേൾപ്പിക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനതൊന്ന് എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ പറ്റോ ഇല്ലയെന്ന് എനിക്കറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഡ്രസ്സ് മാറിയിട്ട് വരാം പ്ലീസ്. നോ, അമ്മാമ്മയ്ക്ക് ഡ്രസ്സ് മാറണ്ടേ? നോ, അമ്മാമ്മ നൈറ്റ് ഇട്ടിട്ട് വരാം. ചെല്ല് അമ്മാമ്മ ഡ്രസ്സൊക്കെ മാറിയിട്ട് മിടുക്കിയായിട്ട് വരാം. ചെല്ല്. നോ നോ, അമ്മാമ്മയുടെ പൊന്നാരാ? ഞാനാണോ? അമ്മാമ്മയുടെ ചക്കര മോനാരാ? ഞാനാണോ? അമ്മാമ്മയുടെ തങ്കക്കുട്ടനാരാണ്? ആരാണ്? ഞാനാ? ഗുഡ് ബോയ്. ഒരു ഫ്ലൈങ് കിസ്. ഉമ്മ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്ന്, അപ്പോൾ ഇന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഞങ്ങൾക്ക് ഒരു ഔട്ടിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ ഒരു നൈറ്റിയൊക്കെ എടുത്തൊക്കെ ഇടുക, അങ്ങനെയാണ് കേട്ടോ. ഞാനങ്ങനെ പ്രത്യേകം ഇനിയിപ്പോൾ നാളെ കാലത്ത് മാറേണ്ടതല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് സ്റ്റഡുകളുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ, നമ്മൾ കണ്ടമാനം ഫോട്ടോസ് എടുക്കണതല്ലേ. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ ഡിവൈനോട് ചോദിക്കും, ഇത് ഏതാ മോളെ? അപ്പോൾ ഇവർ അവിടെ ഇവിടെയൊക്കെ ആയ കാരണം ഫോണിൽ കേൾക്കാൻ പറ്റാണ്ട്, അപ്പോൾ ഞാനത് സ്പീക്കറിൽ ഇട്ടിട്ട് കേൾപ്പിക്കും. അപ്പോൾ അത് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുക ഡിവൈൻ ട്ടോ. അപ്പോൾ ഇതൊക്കെ സാൻഡ് സ്റ്റോണാണ്. അപ്പോൾ കുറേ പേർക്ക് വേണ്ടിയിട്ട് ഞാൻ പലതരം കമ്മലുകളാണ് ഇന്നിപ്പോൾ ഈ കാണുന്നത്. അത് ഓർഡർ ആയിട്ടുള്ള കമ്മലാണ്, പക്ഷേ ചിലതൊക്കെ 2-3 പീസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സൂഫിയാണ്. സൂഫിയുടെ ഇപ്പോൾ 2-3 കളർ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ ഗ്രീൻ, റെഡ് അങ്ങനെയുള്ള കുറച്ച് കളറുകൾ ഉണ്ട് കേട്ടോ നമ്മളുടെ കയ്യിൽ. അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോൾഡറിൽ ഒരു കമ്മൽ ഒരു കളറ് ഒരു ഫോൾഡർ അങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കമ്മലിൻ്റെ ഫോട്ടോസ് ഇടുമെന്ന് ചോദിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വെള്ളക്കല്ലിൻ്റെയാണ് വേണ്ടതെന്ന് വെച്ചാൽ വെള്ളക്കല്ലിൻ്റെ മതി എന്ന് പറഞ്ഞാൽ മതി. അല്ല കറുപ്പാണെങ്കിൽ കറുപ്പ്, മഞ്ഞ ആണെങ്കിൽ മഞ്ഞ, പിങ്ക് ആണെങ്കിൽ പിങ്ക്, ഓരോന്നിനും ഓരോ ഫോൾഡർ. ഇപ്പോൾ ലാവൻഡർ ആണെങ്കിൽ ലാവൻഡറിൻ്റെ,
അങ്ങനെ ഫോൾഡറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഏതും നമ്മൾ കാണിച്ചു തരും. അല്ലാണ്ട് എല്ലാ കമ്മലും കുറച്ച് കമ്മലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആശയക്കുഴപ്പമാവും. ഇനിയിപ്പോൾ സൂഫിയുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സൂഫിയുടെ മാത്രം കാണിക്കാം. അങ്ങനെയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതുപോലെ വേണം കേട്ടോ ഓർഡർ ചെയ്യാൻ. എല്ലാതും അങ്ങനെ തന്നെയാണ്. ചില കുട്ടികളുണ്ട് കുറച്ച് വളയുടെ ഫോട്ടോ അയക്കുമെന്ന് ചോദിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ വളകൾ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. വളകളെന്ന് പറഞ്ഞാൽ തടവളകളുണ്ട്, ഒറ്റവളകളുണ്ട്, സ്പ്ലിറ്റ് ബാംഗിൾസ് ഉണ്ട്, ക്ലിപ്പ് ബാംഗിൾസ് ഉണ്ട്, ഡയമണ്ട് സെക്ഷൻ ഉണ്ട്, കോറൽ, പേള്, ബ്ലാക്ക് എന്ന് വേണ്ട ഏതൊക്കെ തരം വളകളുണ്ട്. അപ്പോൾ ഞാൻ ഏതെന്ന് വെച്ചിട്ടാണ് അയക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾക്ക് ഏത് വളയാണോ ആവശ്യം ധൈര്യമായിട്ട് പറയുക. ഞങ്ങൾക്ക് അതിൻ്റെ ഇത്ര സൈസിൻ്റെ ഇങ്ങനത്തെ വളയാണ്, അല്ലെങ്കിൽ ഇത്ര രൂപയുടെ വളയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് മാത്രം അയച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, അത്രയും സാധനങ്ങൾ അയക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് റൂബിയും പേളും കൂടിയിട്ടുള്ളത് ഒരു റയർ കോമ്പിനേഷനാണ് കേട്ടോ, റൂബിയും പേളും വരുന്നത്. അപ്പോൾ അത് നല്ലൊരു ഐറ്റമാണ്. ഇതിപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഇത് ഗാർണറ്റാണ്. ഇതൊക്കെ ഒരു പീസ് തന്നെയുള്ളൂ കേട്ടോ, കൂടുതലൊന്നുമില്ല. അപ്പോൾ ചിലത് അങ്ങനെയാണ്, അധികം ഉണ്ടാവില്ല. ഇതൊക്കെ ഈ ഓരോ സിംഗിൾ പീസാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ പീസ് വരുമ്പോൾ നമ്മളത് വില കുറച്ച് കൊടുക്കുകയും ചെയ്യും കേട്ടോ. കാരണം അതിൻ്റെ അടുത്തൊരു ഓപ്ഷൻ ഇല്ല, കളറ് വേറെ വേണം എന്ന് പറഞ്ഞാൽ ഇല്ല. ഇതൊക്കെ ഉണ്ട് കേട്ടോ, റൂബിയും പേളും ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. അങ്ങനെ വർത്താനം പറഞ്ഞ് പാതിരയായി. സത്യം പറഞ്ഞാൽ ഇന്ന് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്ന് ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഡാഡിയുടെ ഊണ് കഴിഞ്ഞ് ഡാഡി പോയി. പിന്നെ ഞങ്ങളിങ്ങനെ അടുക്കളയിൽ നിന്ന് സംസാരിക്കുക. ഞാൻ ഇവരുടെയൊക്കെ ഊണ് കഴിഞ്ഞിട്ടാണ് ഞാനും കഴിച്ചത്. എല്ലാം കഴിഞ്ഞ് ഇവരുടെ കാര്യം പിന്നെ നേരത്തോടെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പട്ടികളുടെ കാര്യം. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാലൊക്കെ വെച്ച് കൊടുത്തു. ഇന്ന് തിരിച്ചാണ് ചെയ്തത്. ഇന്ന് പാല് വെച്ച് കൊടുക്കേണ്ട സമയത്ത് ഞാൻ ചോറ് കൊടുത്തു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇറച്ചി കൊടുത്തു. ഇപ്പോൾ ദേ വീണ്ടും പാല് 4 മണിക്ക് കൊടുക്കണം പാൽ ഇപ്പോഴാണ് വെച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ നേരത്തെ വെച്ച് കൊടുത്ത ഇറച്ചിയിലും ബാക്കി ഇരിക്കട്ടെ. അവർക്ക് എന്തോ ഈ ബിസ്ക്കറ്റ് വലിയ ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ നേന്ത്രപ്പഴവും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം ഞങ്ങളിവിടെ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചാക്കോച്ചിന് വലിയ ഇഷ്ടമാണ് പഴം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒളിച്ച് വെക്കും. അല്ലെങ്കിൽ അവൻ എപ്പോഴെപ്പോഴും ഇങ്ങനെ ചോദിച്ചിട്ട് തൊലി കളഞ്ഞ് വൃത്തികേടാക്കണ്ട വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കേണ്ടതാണ്. അങ്ങനെ ഗുളികൾ കൊണ്ടുവന്നത് ഞാൻ പറയാറില്ലേ, വെട്ടി ഇടുക ചെയ്യുക. 2 നേരമുള്ളത് ഈ 2 എണ്ണ ആക്കി വെക്കും. അങ്ങനെ ആ സംഭവമൊക്കെ കഴിഞ്ഞ് നാളേക്ക് ബ്രെഡും സ്റ്റൂ ആണ്. കാരണം നേരത്തെ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ബ്രെഡും സ്റ്റൂ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഇന്നത്തെ ഒരു ദിവസം. പക്ഷേ ഇന്ന് ഭയങ്കര ലേറ്റായിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇരുന്ന് വർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയണം കേട്ടോ. നാളെ AC ഇവിടെ നിന്ന് ഊരാനും ഫിറ്റ് ചെയ്യാനും ആൾ വരുന്ന പറഞ്ഞിരിക്കണേ. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. അപ്പോഴേക്കും ഞങ്ങളൊരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരാം. ആ വിശേഷമായിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അതുവരേക്ക് ബൈ.